കുറുവ കള്ളന്മാർ പ്രതികളായ ആലപ്പുഴയിലെ ആദ്യ കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി. മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ രണ്ടാം പ്രതി കട്ടുപൂച്ചിനെ കോടതി വെറുതെ വിട്ടു. ഒന്നാം പ്രതി സന്തോഷ് ശെൽവത്തിന്റെ ശിക്ഷ അല്പസമയത്തിനകം കോടതി വിധിക്കും. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കുറുവ സംഘം ആലപ്പുഴയിൽ വിലസിയത്. മുഖംമൂടി ധരിച്ചെത്തുന്ന സംഘം വീടിന്റെ പിൻവാതിലിലൂടെ അകത്ത് കടന്ന് കവർച്ച നടത്തും. ചേർത്തല, മണ്ണഞ്ചേരി, കോമളപുരം, പുന്നപ്ര എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. സംഘത്തിലെ പ്രധാനി സന്തോഷ് സെൽവനെ നവംബർ പകുതിയോടെ എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. സംഘത്തലവനായ കട്ടുപ്പൂച്ചനായി പ്രത്യേക സംഘം അന്വേഷണം തുടർന്നു. ഒടുവിൽ മാർച്ചിൽ തമിഴ്നാട് മധുരയിൽ നിന്ന് ഇയാളെയും പിടികൂടി. കുറുവ സംഘം പ്രതികളായ 3 കേസിന്റെ വിചാരണ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായിരുന്നു. അതിലൊരു കേസിന്റെ വിധിയാണ് ഇന്ന് വന്നത്. തെളിവുകളുടെ അഭാവത്തിലും അറസ്റ്റിൽ ഉൾപ്പെടെ ഉണ്ടായ നടപടിക്രമങ്ങളുടെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി രണ്ടാം പ്രതി കട്ടുപ്പൂച്ചനെ കോടതി വെറുതെ വിട്ടു. തമിഴ്നാട് രാമനാഥപുരത്തു നിന്നാണ് രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റേറ്റ് അറസ്റ്റാണ്. കുറുവ സംഘം എന്ന പേരിൽ ആന്റി കുറുവ സ്ക്വാഡ് എന്ന സ്ക്വാഡ് രൂപീകരിച്ച് ഇൻട്രസ്റ്റേറ്റ് അറസ്റ്റിലാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇൻട്രസ്റ്റേറ്റ് അറസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. പോലീസ് മേധാവിയുടെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേടിക്കണം. അതൊന്നും ഈ കേസിൽ വാങ്ങുകയോ ഈ കോടതി മുമ്പ് ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. സന്തോഷ് സെൽവത്തിനെതിരെ ഭവനഭേദനം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. ഇരുവരെയും പ്രതികളാക്കി മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റു 2 കേസിൽ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ദിവസം വിധി പറയും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.